അപ്പോൾ ഒരു പ്രസംഗം എന്ന് പറയുന്നത് എപ്പോഴും നമ്മളുടെ എക്സാമിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണല്ലേ. അപ്പോൾ എന്തെങ്കിലും ഒരു ടോപ്പിക്ക് തന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തെ പറ്റി ഒരു പ്രസംഗം തയ്യാറാക്കുക എന്ന് പറയുന്ന ചോദ്യം എല്ലായ്പ്പോഴും നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നതാണ്. അപ്പോൾ ഒരു മികച്ച പ്രസംഗം എങ്ങനെയാണ് എഴുതുക എന്നാണ് എൻ്റെ കുട്ടികൾക്ക് മിസ് ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു തരാൻ പോകുന്നത്. സോ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്കൊക്കെ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഒരു പ്രസംഗം എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ഘോരമായിട്ട് പ്രസംഗിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. അത് നമ്മൾ എഴുതി കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ പ്രസംഗം എഴുതുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു പ്രസംഗം എഴുതുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് അല്ലെ കാര്യത്തിലേക്ക് കടക്കുകയല്ല ചെയ്യേണ്ടത്. ആദ്യം തന്നെ നമ്മൾ പ്രസംഗിക്കുന്ന ഒരു വേദിയിൽ വെച്ചിട്ടായിരിക്കും. അപ്പോൾ ആ ഒരു വേദിയിൽ ഒരുപാട് പേര് ഇരിക്കുന്നുണ്ടാവും. സോ നമ്മൾ അവരെ എന്ത് ചെയ്യണം, അഭിസംബോധന ചെയ്യണം. അപ്പോൾ സ്കൂളിലാണെങ്കിൽ അല്ലെ പ്രിയപ്പെട്ട അല്ലെങ്കിൽ വേദിയിലിരിക്കുന്ന അധ്യാപകരെ, അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മൾ പറയാറുണ്ടല്ലേ. അല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട എന്താ പറയുക നാട്ടുകാരെ, അല്ലെങ്കിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികളെ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആദ്യം എന്ത് വേണം, അഭിസംബോധന വേണം. ഓക്കെ, അഭിസംബോധന ചെയ്യണം എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അഭിസംബോധന ഉണ്ടാവണം. അപ്പോൾ എപ്പോഴും എവിടെയാണ് സദസ്സ്, എന്താണ് വിഷയം എന്നതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ അഭിസംബോധന ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ ആണല്ലോ. ഇനി ആദ്യം തന്നെ അതിനൊരു ആമുഖം, നമ്മൾ എന്താണോ വിഷയം, അപ്പോൾ ആ വിഷയത്തിലേക്ക് നമ്മൾ ഡയറക്റ്റ് കടക്കല്ല ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രശസ്ത വ്യക്തികളുടെ കോട്ട് അറിയാമെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ അവർ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും വാക്യങ്ങൾ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അറിയാം. അതായത് ഈ ഒരു നിമിഷത്തിൽ എനിക്ക് ഗാന്ധിജി പറഞ്ഞിട്ടുള്ള ഈ വാക്കുകളാണ് ഓർമ്മ വരുന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് അറിയുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അവിടെ എഴുതി കൊടുക്കാൻ വേണ്ടി പറ്റും. എന്നിട്ട് ഒരു ചെറിയ ആ വിഷയത്തിൻ്റെ ഒരു ആമുഖം അവിടെ കൊടുക്കുക, ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. അതിനുശേഷം നമ്മൾ വിഷയത്തിലേക്ക് വരുന്നു. അപ്പോൾ അവിടെയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ആ വിഷയത്തിനെ പറ്റിയിട്ട് കറക്റ്റായിട്ട് അതിൻ്റെ എന്തൊക്കെയാണ് ആ വിഷയത്തിൽ വരുന്നത് അത് നിങ്ങൾ ആ വേദിയിലിരിക്കുന്ന എല്ലാവരെയും നമ്മൾ മനസ്സിലാക്കുന്ന രീതിയിൽ നമ്മൾ അവിടെ വിഷയം അവതരിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മൾ പറയുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ വിഷയം അവതരിപ്പിക്കുമ്പോൾ നമ്മൾ വ്യക്തമായിട്ടുള്ള ഭാഷ ഉപയോഗിക്കണം. നമുക്ക് തോന്നിയ പോലെ നമുക്ക് പ്രസംഗം എഴുതാൻ വേണ്ടി പറ്റില്ല. വളരെ വ്യക്തമായിട്ടുള്ള നല്ല ശ്രേഷ്ഠമായിട്ടുള്ള ഭാഷ ഉപയോഗിച്ചുകൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ ഒരു പ്രസംഗം എഴുതാൻ വേണ്ടിയിട്ട്. ആൻഡ് ഏറ്റവും അവസാനം നമുക്ക് ഉപസംഹാരം അല്ലേ, അതായത് നമുക്ക് എൻഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ആ വിഷയത്തിന് ഒരു പരിഹാരം പറയാം, അല്ലെങ്കിൽ നമ്മളുടെ എന്തെങ്കിലും ചിന്താഗതികൾ നിങ്ങൾക്ക് പറയാം. അപ്പോൾ അല്ലെങ്കിൽ അവരോട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി പറയാം. അതായത് നിങ്ങൾ ഈ ഒരു പ്രശ്നം മനസ്സിലാക്കി നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് അല്ലെ പ്രയത്നിക്കണം എന്നാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും അതിനു വേണ്ടി പരിശ്രമിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഉപസംഹാരം നമ്മൾ ഏറ്റവും അവസാനം കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് വളരെ മാർക്കിനനുസരിച്ച് നല്ല ഒരു രീതിയിൽ എൻ്റെ കുട്ടികൾ പ്രസംഗം എഴുതി കൊടുക്കുകയാണ് വേണ്ടത്. ഇങ്ങനെ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മാർക്ക് പോലും പോവില്ല. അപ്പോൾ ക്ലിയർ ആയിട്ട് ആ ഒരു കൃത്യമായിട്ട് ഖണ്ഡികയെല്ലാം തിരിച്ച് ആദ്യം ആമുഖം, പിന്നെ പ്രധാന വിഷയം, അതിനുശേഷം ഉപസംഹാരം എന്ന രീതിയിൽ കറക്റ്റായിട്ട് ആ ഓർഡറിൽ തന്നെ എൻ്റെ കുട്ടികൾ എഴുതാൻ വേണ്ടി ശ്രമിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് മാർക്ക് പോകും. ഓക്കെ ആണല്ലോ. അപ്പം നമ്മളുടെ അടിസ്ഥാന പാഠാവലിയിൽ നിന്നും ഏത് ഭാഗത്തു നിന്നാണ് പ്രസംഗം വരിക എന്ന് എൻ്റെ കുട്ടികൾക്ക് തോന്നുന്നത്? നിങ്ങൾ എന്ത് ചെയ്യണം, ഇന്ന് നടക്കുന്ന നമ്മളുടെ ലൈവിൽ വരണം. അതിലാണ് നമ്മൾ ഏതൊക്കെ പ്രസംഗമാണ് നമ്മുടെ അടിസ്ഥാന പാഠാവലിയിൽ ചോദിക്കാൻ സാധ്യതയുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യുക. കൃത്യസമയത്ത് നമ്മുടെ ലൈവിലേക്ക് എത്താം. ഓക്കെ മക്കളെ, താങ്ക് യു.